ഗായ്സ്, വെൽക്കം ബാക്ക്. എൻ്റെ പേര് അഭിരാമി അനിൽകുമാർ എന്നാണ്. എനിക്ക് മുന്നേ ഒരു ചാനലുണ്ടായിരുന്നു. ഇപ്പോൾ അത് പോയിട്ട് ഒരു മാസം അടുപ്പിച്ചായി. സോ അത് ആമി റിയാക്ട്സ് എന്ന് തന്നെയായിരുന്നു. അതൊരു റിയാക്ഷൻ ചാനലായിരുന്നു. സോ അതിനൊരു 2,500 അടുപ്പിച്ച് ഫോളോവേഴ്സ് ഉണ്ടായിരുന്നു. ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു ആ സമയത്ത്. അങ്ങനെ അന്യൻ മൂവി ഞാൻ റിയാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിന് എനിക്കൊരു ബ്ലോക്ക് വന്ന് 3 വീഡിയോ അടുപ്പിച്ച് ബ്ലോക്കായി. എൻ്റെ അക്കൗണ്ട് ടെർമിനേറ്റ് ആയിപ്പോയി. സോ എനിക്ക് അതിനുശേഷം ഭയങ്കര വിഷമമായിരുന്നു. എന്ത് ചെയ്യണം എന്താണെന്ന് എനിക്ക് അതിൽ സ്റ്റക്കായിപ്പോയി. ബിക്കോസ് ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു എൻ്റെ ആ ചാനൽ ഉണ്ടായിരുന്നപ്പോൾ. സോ ഞാൻ ഒന്നുകൂടി റീസ്റ്റാർട്ട് ചെയ്യാമെന്ന് കരുതി. ഇപ്പോൾ എനിക്കുള്ളത് 2 ഫോളോവേഴ്സാണ്. സോ ഈ ഫോളോവേഴ്സ് കൊണ്ട് അല്ലെങ്കിൽ ഈ സബ്സ്ക്രൈബേഴ്സിനെ കൊണ്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്യുവാണ് എൻ്റെ അടുത്ത ചാനലും. ഇതും സെയിം തന്നെയാണ്, ആമി റിയാക്ട്സ് തന്നെയാണ് ഞാൻ പേര് പറയുന്നത്. സോ നമ്മൾ ഇന്ന് റിയാക്ട് ചെയ്യാൻ പോകുന്നത് നമ്മുടെ തളപതി ട്രിവാൻഡ്രത്ത് വന്നിട്ടുണ്ടായിരുന്നു കുറച്ച് നാളുകൾക്ക് മുമ്പ്. ഞാൻ ട്രിവിയനാണ്, പക്ഷെ എനിക്ക് പോയി കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നമ്മുടെ ഗ്രേറ്റസ്റ്റ് ഓഫ് ഗോട്ടിൻ്റെ ആ മൂവിയുടെ ക്ലൈമാക്സ് ഷൂട്ടിനായിരുന്നു പുള്ളി ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. സോ ഐ എം സോ എക്സൈറ്റഡ്. സോ ദ റൂട്ട് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ ഈ ഒരു വീഡിയോ അല്ലെങ്കിൽ തളപതി ഇവിടെ വന്നിട്ടുള്ള വീഡിയോനെ വെച്ചിട്ട് ഒരു ഫുൾ വന്നിട്ടുള്ള സംഭവങ്ങളെല്ലാം ചേർത്തൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് എന്തായാലും അത് റിയാക്ട് ചെയ്യാം. മൂവ് ടു ദ റിയാക്ഷൻ. இந்த ஜென்ம மட்டும் இல்லைங்க, எத்தனை ஜென்மம் எடுத்தாலும் அந்த விஷயம் தான். மனசு உங்களுக்கு தனிநபர் செய்யணும்னா உங்களுடைய தளபதி தான். எனக்கு ஒரு விஷயம் ரொம்ப ஆச்சரியமா இருக்குங்க. என்னன்னா, இந்த 32 வருஷத்துல என்ன நீங்க வெறும் ஒரு நடிகனா மட்டும் பார்க்காம அது உண்மையிலே ரொம்ப ஆச்சரியமா இருக்குங்க. அப்படியே எங்க மனசுல அப்படியே நான் ஆசைப்படுறேன். தமிழ்நாடும் சரி, கேரளாவும் சரி, எனக்கு 2 கண்கள் மாதிரி. இத்தனை வருஷத்துல எங்க பேர்ல 14 மாவட்டத்தினுடைய தலைவர்கள் என் கூட டிராவல் பண்ணியிருக்கிறாங்க. அவங்களோட சேர்ந்து எத்தனை நண்பர்கள் எத்தனை நன்றிகள் எவ்வளவு நடத்திட்டு
மிகப்பெரிய நன்றிகளை தெரிவிச்சுக்கிறேன். எப்படியோ தொடர்ந்து கேரளா மக்களுக்கு உங்களால முடிஞ்சதை செய்யுங்க, அவ்வளவுதான் நான் கேட்டுக்கிறேன். இத்தனை என்னோட வாழ்க்கையில உங்களோட பிளஸிங்ஸ்ல கடவுளோட பிளஸிங்ஸ்ல நான் இப்போ அடைஞ்சிருக்கிற இந்த வேலையும் எனக்கு போதுமானதுதான். அதை தாண்டி நான் எந்த உயரத்துக்கு போனாலும் கேரள மக்களாகிய உங்களுடைய அன்பும் வாழ்த்துக்களும் எப்பவுமே எனக்கு இருக்குன்னு நான் நம்புறேன். ரொம்ப நன்றி. இந்த 5 நாள் நீங்க எனக்கு கொடுத்த இந்த வரவேற்பு Thank you so much. Thank you so much. I love you. Love you. Thank you. ஒரு செல்ஃபி எடுத்துக்கிட்டா கிளம்புங்க. ഓ മൈ ഗോഡ് ഗസ്, ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിട്ടുള്ളത് വൺ ഓഫ് മൈ ഡ്രീം എന്ന് പറയുന്നത് തളപതിനെ കാണണം എന്നുള്ളതാണ്. പക്ഷെ ഇവിടെ വന്നിട്ട് എനിക്ക് കാണാൻ പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതിൽ എനിക്ക് ഭയങ്കര വിഷമമുണ്ട്. ഞാൻ ഈ യൂട്യൂബ് ചാനൽ അല്ലെങ്കിൽ ഇങ്ങനത്തെ ചാനൽ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ ഓരോരുത്തരുടെ സ്റ്റോറിയിൽ തളപതിനെ കണ്ടു എന്നുള്ള എല്ലാവരും ഇടുമ്പോഴും എനിക്ക് ഭയങ്കര വിഷമമുണ്ടായിരുന്നു. കുറേ പേഴ്സണൽ പ്രോബ്ലംസ് ഉണ്ട്, എനിക്ക് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ആൻഡ് എന്തോ ഒരു സെലിബ്രേഷനായിരുന്നു ഈ കുറച്ചൊരു 3 ദിവസം കൊണ്ട്. ഇവിടെ തളപതിയുടെ ഷൂട്ടിങ് നടക്കുന്നതുകൊണ്ട് എല്ലാ ഇൻസ്റ്റഗ്രാമിലെ സ്റ്റോറീസ് ഫുൾ തളപതിയായിരുന്നു. ഫീഡും എന്ത് കയറി നോക്കിയാലും തളപതിയായിരുന്നു. യൂട്യൂബും ഫുള്ള് തളപതി നിറഞ്ഞു നിൽക്കുമായിരുന്നു. ട്രിവാൻഡ്രംകാർ മാക്സിമം ഉള്ളവർ പോയി കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. കാരണം അവിടുത്തെ ക്രൗഡ് അത്രയ്ക്ക് ഉണ്ടായിരുന്നു, ഒരുപാട് ക്രൗഡ് ഉണ്ടായിരുന്നു. എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു. എല്ലാ ദിവസവും തളപതി എല്ലാവരും സംസാരിക്കുന്നുണ്ട്, പോയി കാണുന്നുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ നമുക്ക് തന്നെ ഭയങ്കരമായിട്ട് ഹാപ്പി തോന്നിയിട്ടുണ്ടായിരുന്നു. അതുപോലെ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലായിരുന്നു ഷൂട്ടിങ്. സോ ഷൂട്ടിങ്ങിൽ കുറേ പേര് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സ്റ്റോറിയും സ്റ്റേറ്റസും ഒക്കെ കണ്ടു. സോ അവരൊക്കെ ഭയങ്കര ലക്കിയാണെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. സോ എനിക്കിത് ഭയങ്കര ഹാപ്പി തോന്നി. ഇത് ഒന്നാമത്തെ കാര്യം, തളപതി ഫാൻസിന് പറഞ്ഞാൽ അറിയാം, തളപതിനെ നേരിട്ട് കാണുന്ന ആ ഒരു ഫീല്. സോ കണ്ടിട്ടില്ലാത്തത് കൊണ്ട് എനിക്കത് കാണണം എന്നുള്ള ഭയങ്കര ഒരു ആഗ്രഹമുണ്ട്. അതുപോലെ തന്നെ ഞാനിങ്ങനെ പറയുമ്പോൾ തന്നെ എൻ്റെ എക്സൈറ്റ്മെൻറ്റ് നിങ്ങൾക്കറിയാം. കാണാതെ പോയതിൻ്റെ ഒരു വിഷമവും എനിക്കുണ്ട്. അതുപോലെ എന്തായാലും ഷൂട്ടിങ് കഴിഞ്ഞു എന്നായിരുന്നു. ഇനിയിപ്പോൾ എന്തായാലും റിലീസിങ്ങിന് അല്ലെങ്കിൽ ഇതിൻ്റെ ട്രെയിലർ ടീസർ ഇതിനൊക്കെ കട്ട വെയിറ്റിംഗ് ആണ്, ഭയങ്കര വെയിറ്റിംഗ് ആണ്. ഇതിൻ്റെ ബിഹൈൻഡ് സീൻസ് കുറേ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ബിഹൈൻഡ് ഫോട്ടോസ് കുറേ ഇറങ്ങിയിട്ടുണ്ട്. എന്തായാലും ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഈ മൂവി കാണാനായിട്ട്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഈ മൂവി വരാനായിട്ട്. മൂവിക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കുവാണ്. സോ എന്തായാലും പൊളിറ്റിക്കൽ ലൈഫ് അതിനെപ്പറ്റി ഞാനൊന്നും പറയുന്നില്ല, എനിക്കറിയത്തില്ല പൊളിറ്റിക്സിനെ പറ്റി, അതുകൊണ്ടാണ് ഞാനൊന്നും പറയാത്തത്. എന്തായാലും ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ട്രിവാൻഡ്രത്തിലുള്ളവരും ട്രിവേൻസും എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. സോ ഗൈസ്, നമ്മുടെ വീഡിയോ ഇന്ന് ഇത്രയേ ഉള്ളൂ. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.